ഒരു കുഞ്ഞിനു വേണ്ടി കാലങ്ങളോളം കാത്തിരിക്കുന്ന ദമ്പതിമാർ നമുക്ക് ചുറ്റും ഒട്ടേറെയുണ്ട്. അതേസമയം സ്വന്തം കുഞ്ഞുങ്ങളെ വിൽക്കുന്നവരുമുണ്ട്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കോട്ടയം കുമ്മനത്ത് നടന്നത്. 2.5 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് വിൽക്കാൻ ശ്രമിച്ചത്. അതും സ്വന്തം അച്ഛൻ. 50,000 രൂപയ്ക്ക് കുഞ്ഞിനെ വിൽക്കാനായിരുന്നു ശ്രമം. 1000 രൂപ അഡ്വാൻസും വാങ്ങി. ഇയാൾ അസം സ്വദേശിയാണ്. ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന ഉത്തർപ്രദേശുകാരനാണ് കുഞ്ഞിനെ വാങ്ങാനെത്തിയത്. കുഞ്ഞിന്റെ അമ്മയുടെ സമ്മതത്തോടെയല്ല ഈയൊരു സംഭവം നടന്നത്. അമ്മയ്ക്ക് കുഞ്ഞിനെ വിൽക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. തുടർന്ന് കൂടെ ജോലി ചെയ്യുന്നവരോട് യുവതി വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് സംഭവം പോലീസിനെ അറിയിക്കുന്നത്. അങ്ങനെ കുഞ്ഞിന്റെ അച്ഛൻ കസ്റ്റഡിയിലുമായി. എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല ഇതിനെ. ചണ്ഡീഗഡിൽ ലഹരിമരുന്ന് വാങ്ങാൻ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ വിറ്റ ദമ്പതികളുടെ വാർത്തയും നാം കേട്ടതാണ്. ഇങ്ങനെ പുറം ലോകം അറിയാതെ എത്രയെത്ര കുഞ്ഞുങ്ങൾ വിൽക്കപ്പെടുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഇത് ഏറെയുമാണ്. സ്വന്തം കുടുംബത്തെ പോറ്റാൻ മുതൽ ലഹരി വസ്തുക്കൾ വാങ്ങാൻ വരെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നു എന്ന മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നു. തൊഴിലിനായി വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുമ്പോൾ മറ്റുള്ളവർ അറിയാതെ തന്നെ കുഞ്ഞുങ്ങളെ വിൽക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. നിയമത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നിൽപ്പെടാതെ എത്രയെത്ര കുരുന്നുകൾ ഇങ്ങനെ വിൽക്കപ്പെട്ടിട്ടുണ്ടാവാം. ഈ സാമൂഹ്യ വിപത്തിനെ നേരിടാൻ അധികൃതർക്കും കഴിയുന്നില്ല. ഒറ്റപ്പെട്ട പരാതികൾ ലഭിക്കുമ്പോൾ മാത്രമാണ് ഇടപെടലുകൾ ഉണ്ടാവുന്നത്. അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിലിനായും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ കേരളത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം കൃത്യമായ നിരീക്ഷണവും ഉണ്ടാകണം. അവർ എന്ത് ജോലി ചെയ്യുന്നു, എവിടെ താമസിക്കുന്നു, എന്ത് വരുമാനമുണ്ട്, ആരൊക്കെയാണ് അവർക്കൊപ്പമുള്ളത്, വരുമാനം എങ്ങനെ വിനിയോഗിക്കുന്നു, ചൂഷണത്തിനും ലഹരിക്കുമൊക്കെ അവർ അടിമകളാകുന്നുണ്ടോ എന്നും അധികൃതർ ഉറപ്പുവരുത്തണം. ഇതിലൊക്കെ വലിയ വീഴ്ചകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ അവരെ വഴിതെറ്റാനും സ്വന്തം കുഞ്ഞിനെ വരെ വിൽക്കാനും പ്രേരിപ്പിച്ചേക്കാം. അക്രമങ്ങൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇടയാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ കാര്യമായ ഇടപെടലും നിരീക്ഷണവും അനിവാര്യമാണ്. ഇനിയെങ്കിലും ഒരു കുരുന്നും ഇതുപോലെ വിൽക്കപ്പെടരുത്. നമ്മുടെ കുരുന്നുകൾ വിൽപ്പന ചരക്കല്ല. കുരുന്നുകൾക്കുമുണ്ട് ഒട്ടേറെ അവകാശങ്ങൾ. കുരുന്നുകൾ വിൽക്കപ്പെടുന്നത് തടയുന്നതിനൊപ്പം വിൽക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാതെ നോക്കാൻ നമ്മുടെ സംവിധാനം ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം.